ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിലായ CPM നേതാക്കന്മാർക്കെതിരായി എന്തുകൊണ്ടാണ് അച്ചടക്ക നടപടി പാർട്ടി സ്വീകരിക്കാത്തതെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കി. കാരണം ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി നിയോഗിച്ച SIT ഹൈക്കോടതിയും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ ജാമ്യം തേടിപ്പോയപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കർശനമായ ഭാഷയിലാണ് അവർക്ക് ജാമ്യം വിലക്കിയത്. കാരണം ഗുരുതരമായ ആരോപണമാണ് അവർക്കുള്ളത്. അവർ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുവെന്നും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റുവെന്നും അതിന് പകരമായി വ്യാജ മോൾഡിൽ ചെമ്പിൽ അതുണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയും നിരവധി ദിവസം ജയിലിൽ കിടക്കുകയും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് മാത്രം ജാമ്യം കിട്ടി പുറത്തുവരികയും ചെയ്ത ആളാണ്. അവരെ എന്തുകൊണ്ടാണ് CPM സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട് CPM സംരക്ഷിക്കുന്നു? ഇതുപോലത്തെ ഒരു കവർച്ച കേസിൽ പ്രതികളായ നേതാക്കൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കുകയാണ് CPMന്റെ. അപ്പൊ CPM അവരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണോ? അവർക്കെതിരായി എന്തുകൊണ്ട് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നില്ല? ഏത് പാർട്ടിയാണെങ്കിലും ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകൾക്കെതിരായി അപ്പോൾ നടപടി സ്വീകരിക്കും, ഇല്ലേ? ഇതിനേക്കാളും നിസ്സാരമായ കേസുകളിൽപ്പെട്ട ആളുകൾക്ക് വരെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നടപടികൾ സ്വീകരിക്കുമ്പോൾ ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കട്ടെടുക്കുകയും അവിടെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു കോടീശ്വരന് വിൽക്കുകയും ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത പ്രതികളെ എന്തുകൊണ്ടാണ് CPM സംരക്ഷിക്കുന്നത്? അത് ബാക്കിയുള്ള ഇപ്പോഴത്തെ മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും പേര് അവർ പുറത്തു പറയും എന്നുള്ള ഭയം കൊണ്ടാണോ അവരെ സംരക്ഷിക്കുന്നത്? അവർക്കെതിരായി എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? എന്ത് സമ്മർദ്ദമാണ് അതിന്റെ പുറകിലുള്ളത്? മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ കവർച്ച ചെയ്ത ആളുകൾക്ക് പൂർണ്ണമായ സംരക്ഷണമാണ് സർക്കാരും പാർട്ടിയും കൊടുക്കുന്നത്. അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. കവർച്ചക്കാർക്ക്, കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. എത്ര ദിവസം അവർ ജയിലിൽ കിടന്നു. എന്നിട്ട് പുറത്തു വന്നപ്പോ നമ്മുടെ ഭാഗ്യത്തിൽ അവര് സ്വീകരിച്ച് ചുവന്ന മാലയിട്ട് സ്വീകരിക്കാൻ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, അവരുടെ കൂടെയുണ്ട് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പാർട്ടി. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആരോപണമുള്ള ആളുകൾക്കെതിരെ ചെയ്യാതിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയേ മതിയാവൂ. ഒഴിഞ്ഞുമാറിയാണ് ഈ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. ഇപ്പൊ മുഖ്യമന്ത്രി ഏതായാലും വന്ന എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പായപ്പോ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും. അന്നൊക്കെ ഞങ്ങളൊക്കെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി, മാധ്യമങ്ങളെ കാണാതെ ഒഴിഞ്ഞുമാറി. എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ചോദ്യത്തിന് കൂടി മുഖ്യമന്ത്രി മറുപടി പറയണം, പാർട്ടി സെക്രട്ടറിയും മറുപടി പറയണം. അത് കാരണം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയണം. അല്ലല്ല, ഡീലുണ്ടല്ലോ അവിടെ. അന്ന് എനിക്ക് വേറെ വിഷയമൊന്നും പറയാൻ പാടില്ലേ? അല്ല, ഞാൻ ചോദിച്ച എനിക്ക് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എനിക്ക് വേറെ ഒരു വിഷയവും പറയാൻ പാടില്ല. അല്ലല്ല, അങ്ങനെയല്ല. എനിക്ക് വേറൊരു വിഷയം ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അങ്ങാണ് എന്റെ അജണ്ട നിശ്ചയിക്കുന്നത്. ഞാൻ എന്ത് വിഷയം ഓരോ ദിവസം പറയണമെന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഇന്നലെ ഒരാൾ ചോദിച്ചല്ലോ, എല്ലാ ദിവസവും ഇത് മാത്രമുള്ളതെന്ന് ചോദിച്ചല്ലോ. നിങ്ങളല്ല ഞങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത്, നിങ്ങളല്ല. ഞങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത് ഓരോ ദിവസവും എന്തു പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. UDF നേതൃത്വം തീരുമാനിച്ചിട്ടാണ്. അത് നിങ്ങൾ തീരുമാനിക്കാൻ പറയണ്ട.